Hi all, A2 fifth semester EE301 Power Generation, Transmission and Protection എന്ന പേപ്പറിലെ മൊഡ്യൂൾ 1 5 ലെക്ചർ സീരീസും 3 ട്യൂട്ടോറിയൽ സീരീസും കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ലെക്ചർ സീരീസ് ആയ മെത്തേഡ്സ് ഓഫ് പവർ ഫാക്ടർ ഇംപ്രൂവ്മെന്റ് യൂസിങ് കപ്പാസിറ്റേഴ്സ്. സിലബസിൽ ഇതിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് പറയുന്നില്ല. എനിവേ എൻ്റെ 2-3 പ്രോബ്ലംസ് നമുക്ക് ട്യൂട്ടോറിയലായിട്ട് ചെയ്യാം. ഓക്കെ, ഈ പവർ ഫാക്ടർ ഇംപ്രൂവ്മെന്റ് യൂസിങ് കപ്പാസിറ്റേഴ്സ് ഓൺലി മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. അതിൽ ഫേസ് അഡ്വാൻസേഴ്സ് ഉണ്ട്, അതേപോലെ കണ്ടൻസേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, അതൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഈ ഒരൊറ്റ മെത്തേഡ്. അപ്പോൾ നമുക്ക് ഇതിന്റെ മുന്നേ എന്താണ് പവർ ഫാക്ടർ എന്നുള്ളതിൻ്റെ ഒക്കെ ഒരു റിവിഷൻ നമുക്ക് നടത്തണം. കാരണം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് വാട്ട് ഈസ് പവർ ഫാക്ടർ, പവർ ട്രയാങ്കിൾ എന്താണ്, അതിന്റെ അഡ്വാൻറ്റേജസ്, പവർ ഫാക്ടറിന്റെ എന്താണ്, ഡിസഡ്വാൻറ്റേജ് എന്ത്, അതും കൂടി ജസ്റ്റ് ഒന്ന് ഇതിൽ നമ്മൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പവർ ഫാക്ടർ ഇംപ്രൂവ്മെന്റ് യൂസിങ് കപ്പാസിറ്റർ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. So, the electrical energy is almost exclusively generated, transmitted and distributed in the form of alternating current. നമ്മുടെ ഇലക്ട്രിക്കൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ജനറേറ്റ് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ജനറേഷൻ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 kV-യിലാണ്, നിങ്ങൾക്ക് അറിയുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലോസസ് ഇല്ലാതിരിക്കാൻ ലോങ് ഡിസ്റ്റൻസസിൽ നമ്മൾ സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂഷൻ സൈഡിൻ്റെ മുന്നെത്തുമ്പോൾ എന്ത് ചെയ്യും, അത് ഡൗൺ ചെയ്തിട്ട് പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് വെച്ചിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇതാണ് നമ്മളുടെ പ്രോസസ്. ഈ പവർ ഫാക്ടർ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളൊരു വിഷയം നമുക്ക് വരാം. നമ്മുടെ എല്ലാ ലോഡും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡക്ഷൻ മോട്ടർ, ആർക്ക് ലാമ്പ്, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇൻഡക്റ്റീവ് നേച്ചറാണ്. ഇൻഡക്റ്റീവ് നേച്ചർ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ടാവും. ഇൻഡക്റ്റീവ് ലോഡ്, അതായത് AC ത്രൂ റെസിസ്റ്റൻസ് ഓൺലി, AC ത്രൂ ഇൻഡക്ടൻസ് ഓൺലി, AC ത്രൂ കപ്പാസിറ്റൻസ് ഓൺലി, ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ AC ത്രൂ RL സർക്യൂട്ട്, RC സർക്യൂട്ട്, RLC സർക്യൂട്ട്, LC സർക്യൂട്ട്, ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു ഇൻഡക്ടർ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, പവർ ഫാക്ടർ ലാഗ് ചെയ്യും. ഓക്കെ, ഈ പവർ ഫാക്ടർ എന്താണ്, അത് നത്തിങ് ബട്ട് കോസ് ഫൈ അല്ലെ. ഒരു പവറിന്റെ ഇക്വേഷൻ എന്താണ്, VI കോസ് ഫൈ ആണ്. അതിലത്തെ ആ കോസ് ഫൈ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി ആണ് പവർ ഫാക്ടർ. ഇനി പവർ ഫാക്ടർ നമുക്ക് ഡിഫൈൻ ചെയ്യാം. എന്ത്, ഇറ്റ് ഈസ് കൊസൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ എന്താണ്, വോൾട്ടേജ് ആൻഡ് കറന്റ്, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ. അപ്പൊ വോൾട്ടേജും കറന്റും തമ്മിലുള്ള ഫേസ് ആംഗിളിന്റെ കൊസൈൻ ആണ് എന്ത്, പവർ ഫാക്ടർ. അപ്പോ ഈ പവർ എടുക്കുമ്പോൾ VI കോസ് ഫൈ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു ഇൻഡക്റ്റീവ് നേച്ചറാണ്, ലാഗിങ് പവർ ഫാക്ടർ ആണെന്നുണ്ടെങ്കിൽ ഒരു ഇൻഡക്റ്റീവ് ലോഡ് ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ 0.8 ആണ് കിട്ടുന്നത് വെച്ചാൽ V ഇൻറ്റു I ഇൻറ്റു 0.8 ആയി. നേരെ വെച്ച് യൂണിറ്റി പവർ ഫാക്ടർ കിട്ടുകയാണെങ്കിൽ ഇൻറ്റു 1 ആകുമ്പോൾ നമുക്ക് എന്താണ്, പവർഫുൾ കിട്ടും. സോ നമുക്ക് അവിടെ എന്തുണ്ടാവും, ലോസസ് ഉണ്ടാവും. ദ ലോ പവർ ഫാക്ടർ ഈസ് ഹൈലി അൺഡിസൈറബിൾ ആസ് ഇറ്റ് കോസസ് ആൻ ഇൻക്രീസ് ഇൻ current resulting in additional losses of active power in all the elements of power system from the power station generated down to the utilization devices. ലോ പവർ ഫാക്ടർ വരുമ്പോൾ എന്താ വെച്ചാൽ നമുക്കറിയാം W അല്ലെങ്കിൽ ആക്റ്റീവ് പവർ ഈക്വൽ VI കോസ് ഫൈ. അപ്പൊ അതിൽ കോസ് ഫൈ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി കുറവാകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, വേസ്റ്റ് കോൺസ്റ്റന്റ് ആണ്, I എന്ത് ചെയ്യാൻ കൂടും, കറണ്ട് കൂടുതൽ എടുക്കാൻ നോക്കും. ഓക്കെ, അതൊരു അൺഡിസൈറബിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. കാരണം വെച്ചാൽ പവർ, അത്രയും പവർ എടുക്കാൻ നോക്കും. ഓക്കെ, in order to ensure most favorable conditions for a supply system from engineering and economical standpoint, it is important to have power factor as close to unity as possible. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, പവർ ഫാക്ടർ യൂണിറ്റിയിലോട്ട് മാക്സിമം എത്തിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ശ്രമിക്കണം. പവർ ഫാക്ടർ, ഇനി എന്താ പവർ ഫാക്ടർ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇറ്റ് ഈസ് ദ കൊസൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറന്റ് ഇൻ ആൻ AC സർക്യൂട്ട് ഈസ് നോൺ ആസ് എ പവർ ഫാക്ടർ. കൊസൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ഞാൻ പറഞ്ഞില്ലേ, അതായത് ഇതാ ഇവിടെ ഒരു വോൾട്ടേജ്, കറണ്ട് എന്താണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇടയിലുള്ള ആംഗിൾ ആണ് എന്ത്, ഫൈ അല്ലെ. ഇതിന്റെ കൊസൈൻ നമ്മൾ പറയുന്നത് പവർ ഫാക്ടർ. അപ്പോ ഈ ഫൈ എന്ന് പറഞ്ഞ ആംഗിൾ 0 ആണെന്ന് സങ്കല്പിക്കാം. കോസ് ഫൈ 0 ആകുമ്പോൾ എന്താണ്, ഫൈ 0 ആകുമ്പോൾ എന്താണ്, കോസ് ഫൈ 0 ആയില്ലേ. അപ്പൊ കോസ് ഫൈ 0 ആകുമ്പോൾ എന്താണ്, ശരിക്കും 1 ആണ്. കോസ് 0 എന്താണ്, 1 ആണ് അല്ലെ. അപ്പൊ അതിനാണ് യൂണിറ്റി പവർ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ അവിടുന്ന് ആംഗിൾ കൂടുന്നതിനനുസരിച്ച് കോസ് 90 ആകുമ്പോൾ 0 എത്തും. ആംഗിൾ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, വാല്യൂ കുറഞ്ഞൊഴിക്കും. അതായത് പവർ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
It is the value between 0 and 1. നമുക്ക് എന്ത് ചെയ്യണം? യൂണിറ്റിയിലോട്ട് എപ്പോഴും പവർ ഫാക്ടർ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കണം. അതായത് കോസ് ഫൈ ഈസിക്കൽ 1 ആണ് നമുക്ക് എപ്പോഴും ഡിസൈറബിൾ ആയിട്ട്. പക്ഷെ പ്രാക്ടിക്കൽ കേസിൽ 1 കിട്ടുക കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഓൾമോസ്റ്റ് കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അത്രയും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി ഒക്കെ യൂസ് ചെയ്താൽ മേ ബി ഒന്ന് കിട്ടിയേക്കാൻ മാത്രം. ഓക്കെ, എനിക്ക് അതിന്റെ ഡീറ്റെയിൽ അറിയില്ല. പക്ഷെ കോസ് ഫൈ പ്രാക്ടിക്കലി 1 നോർമലി കിട്ടാറില്ല. ഓക്കെ, തിയറിറ്റിക്കലി നമ്മൾ 1 പറയണ പോലെ. In an AC circuit, there is generally a phase difference phi between voltage and current. ഒരു AC സർക്യൂട്ടിൽ there is a phi എന്ന് പറഞ്ഞിട്ടുള്ള വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. The term cos phi is called the power factor of the circuit. If the circuit is inductive, the current lags behind the voltage and the power factor is referred to as lagging. However, in a capacitive circuit, current leads the voltage and power factor is said to be leading. അപ്പോൾ നമ്മൾ അന്ന് പഠിച്ച ആർ സീരീസ്, ആർ സർക്യൂട്ട്, എൽ സർക്യൂട്ട്, അല്ലെങ്കിൽ എ സി വെച്ചിട്ടുള്ള സർക്യൂട്ടിൽ നമ്മൾ പഠിച്ചപ്പോൾ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ നമ്മൾ ലാഗിംഗ് പവർ ഫാക്ടർ ഉണ്ട്. അതായത് അവിടെ ഈ ലാഗിംഗ് പവർ ഫാക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ? കറന്റ് ലാഗ്സ് ബിഹൈൻഡ് ദ വോൾട്ടേജ് പറയുന്നതിനാണ് എന്താ പറയുക? ലാഗിംഗ് പവർ ഫാക്ടർ. ഇനി ലീഡിംഗ് പവർ ഫാക്ടർ ആണെങ്കിൽ കറന്റ് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ an ആംഗിൾ ഫൈ. അതിനാണ് ലീഡിംഗ് പവർ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡക്റ്റീവ് സർക്യൂട്ട് എന്താണ്? കറന്റ് ലീഡ് ചെയ്യും. Okay, consider an inductive circuit taking a lagging current I from the supply voltage V, the angle lag being I, phi. The phasor diagram of the circuit is shown in the phase. അതിന്റെ phasor diagram ആണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. അതായത് നമ്മളൊരു കറണ്ട്, ലാഗിങ് കറണ്ട് I സപ്ലൈ V ഇതാണ് V. അതിനൊരു ലാഗിങ് കറണ്ട് എടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്ന ഫൈ ഇത് കാരണം കൊണ്ട് എന്ത് ചെയ്യും? അവിടെ ലാഗ് ചെയ്യും. The circuit current I can be resolved into ടു പെർപെൻഡിക്കുലർ കമ്പണൻസ്. ഈ സർക്യൂട്ട് കറണ്ട് ഐനെ നമുക്ക് ഇങ്ങോട്ടുള്ള ഒരു പെർപെൻഡിക്കുലർ കമ്പണന്റും ഇങ്ങോട്ടുള്ള ഒരു പെർപെൻഡിക്കുലർ കമ്പണന്റുമായിട്ട് ഇതാക്കാം. അതിന്റെ ഇതിനോട് ചേർന്ന് നിൽക്കുന്നത് ഐ കോസ് ഫൈയും ഇതെന്താണ്? ഐ സൈൻ ഫൈയും. അത് നമ്മൾ ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് റിപ്ലേസ് ചെയ്തു. ദിസ് ഇസ് ഐ സൈൻ ഫൈ. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഐ കോസ് ഫൈ ഈസ് ഇൻ ഫേസ് വിത്ത് വി അല്ലെ? ഐ കോസ് ഫൈ വിയുടെ സെയിം ഫേസിലല്ലേ? ഐ സൈൻ ഫൈ ഇറ്റ് ഈസ് 90 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് വിത്ത് വി. അതാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോ ഈ പറഞ്ഞ ഐ കോസ് ഫൈ ആണ് നമ്മളുടെ ആക്റ്റീവ് കമ്പണന്റ് ആയിട്ടുള്ളതും ഈ ഐ സൈൻ ഫൈ ആണ് എന്ത് ശരിക്കും പറയാം? റിയാക്റ്റീവ് കമ്പണന്റ് പറയാം. അപ്പോൾ ഇതിന്റെ യൂണിറ്റ് അതിന്റെ ഇത് വരുന്നത് വാട്ട് എന്നുള്ള ഇതായിരിക്കും. ഇത് വാട്ട്ലെസ് കമ്പണന്റ് അങ്ങനെയാണെന്ന് പറയാം. The component I cos phi is known as active or wattful component, whereas component I sin phi is called reactive or wattless component. The reactive component is a measure of the power factor. ഓക്കെ, അപ്പോൾ ഈ റിയാക്റ്റീവ് കമ്പണന്റ് നമുക്ക് പ്രോബ്ലം ചെയ്യാനൊക്കെ അതിന്റെ മെഷർമെന്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. ഇഫ് ദ റിയാക്റ്റീവ് കമ്പണന്റ് ഈസ് സ്മോൾ, ദ ഫേസ് ആംഗിൾ ഫൈ ഈസ് സ്മോൾ ആൻഡ് ഹെൻസ് പവർ ഫാക്ടർ കോസ് ഫൈ വിൽ ബി ഹൈ. ഇനിയിപ്പോൾ ഈ റിയാക്റ്റീവ് കമ്പണന്റ് സ്മോൾ ആണെന്ന് വിചാരിക്കാം, അപ്പോൾ എന്താണ്? ഫേസ് ആംഗിൾ കുറയും. ഫേസ് ആംഗിൾ കുറയണതിനനുസരിച്ച് എന്ത് ചെയ്യും? പവർ ഫാക്ടർ കൂടിക്കൊണ്ടിരിക്കും. നമുക്ക് പവർ ഫാക്ടർ എപ്പോഴും എന്ത് ചെയ്യണം? സീറോ ലെവലിലേക്ക് പോവാതെ ഹൈയിലോട്ട് വരണം, 1 വരണം, യൂണിറ്റിയിലോട്ട് വരണം. Therefore, a circuit having small reactive current, that is I sin phi, will have high power factor and vice versa. ഒരു സ്മോൾ ഐ സൈൻ ഫൈ ആണെങ്കിൽ നമ്മൾക്ക് എന്തായിരിക്കും? ഹൈ പവർ ഫാക്ടർ ആയിരിക്കും. അത് ഐ സൈൻ ഫൈ കമ്പണന്റ് കൂടുതലാണെങ്കിലോ ലോ പവർ ഫാക്ടർ ആയിരിക്കും. It may be noted that value of power factor can never be more than unity. യൂണിറ്റിയുടെ മേലെ എന്തായാലും പോയില്ല. It is a usual practice to attach the word lagging or leading with the numerical values of power factor to signify whether current lags or leads the voltage. അപ്പോൾ നമ്മൾ thus if the current circuit has a power factor of 0.5 and the current lags the voltage, we generally write power factor as 0.5 lagging. അതെ, നമ്മൾ യൂഷ്വലി പ്രോബ്ലത്തിലൊക്കെ നമ്മൾ കാണും it has a lagging power factor, leading power factor എന്നൊക്കെ. ഓക്കെ, അതായത് ലാഗ് ചെയ്യുന്ന ഒരു പവർ ഫാക്ടർ ലാഗിങ് ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ അതിനെ ലാഗിങ് പവർ ഫാക്ടർ എന്ന് പറയും. പവർ ഫാക്ടർ ലീഡിങ് ആണെങ്കിൽ അതിനെ ലീഡിങ് പവർ ഫാക്ടർ ഒറ്റ ഇത് ഡിനോട്ട് ചെയ്യും. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ പറയാം എ സർക്യൂട്ട് ഹാസ് എ പവർ ഫാക്ടർ ഓഫ് 0.5 ആൻഡ് കറന്റ് ലാഗ്സ് ദ വോൾട്ടേജ്, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. എന്തേ പറയുള്ളൂ? ഇറ്റ് ഹാസ് എ പവർ ഫാക്ടർ ഓഫ് 0.5 ലാഗിങ് അല്ലെങ്കിൽ 0.5 ലീഡ്. അതിൽ നമുക്ക് മനസ്സിലാവും എന്താണ് ലോഡ് ഏത് ടൈപ്പിന്റെ നേച്ചർ ആണ്. സംടൈംസ് പവർ ഫാക്ടർ ഈസ് എക്സ്പ്രസ്ഡ് ആസ് എ പെർസെൻറ്റേജ്. Thus 0.8 lagging power factor may be expressed as 80%. സംടൈംസ് നമ്മൾ 0 to 1 യൂണിറ്റ് ആണെങ്കിലും ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെർസെൻറ്റേജ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പ്രസ് ചെയ്യാൻ പറ്റും.
നെക്സ്റ്റ് പവർ ട്രയാങ്കിൾ. ഈ കാണുന്നതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പവർ ട്രയാങ്കിൾ തരുന്നത്. ദ അനാലിസിസ് ഓഫ് പവർ ഫാക്ടർ ക്യാൻ ആൾസോ ബി മെയ്ഡ് ഇൻ ടേംസ് ഓഫ് പവർ ഡ്രോൺ ബൈ the AC circuit. In each side of the current triangle OAB of figure 1, first figure, is multiplied by voltage, and then we get triangle OAB as shown in figure 0.2. This is 6.2. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഇതാണ് നമുക്ക് നേരത്തെ കിട്ടിയ ഇത്. ഇതിൽ ഞാൻ എന്ത് ചെയ്യാണ്, വി ആയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഇവിടെ എന്തായി, വി ഐ കോസ് ഫൈവ് ആയി, ഇവിടെ വി ഐ സൈൻ ഫൈവ് ആയി, ഇവിടെ വി ഐ ആയി. അപ്പൊ ഇങ്ങനെ വരുന്ന ട്രയാങ്കിൾ, ശരിക്കും ഈ ഡയറക്ഷൻ വേണമെന്നില്ല കേട്ടോ, ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ പക്ക ട്രയാങ്കിൾ തന്നെ ആയിരിക്കണം. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിർത്താണ്. ഓക്കെ, അപ്പോൾ വി ഐ കോസ് ഫൈവ്, വി ഐ സൈൻ ഫൈവ്. ഇതില് ഈ വി ഐ കോസ് ഫൈവ് എന്ന് പറഞ്ഞ സാധനമാണ് എന്ത്, ആക്റ്റീവ് പവർ. അതിന്റെ യൂണിറ്റ് വാട്ട്സ് ആയിരിക്കും, കെ ഡബ്ല്യു ആയിരിക്കും. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. വെക്ടർ എ ഒ എ അല്ലെങ്കിൽ ഒ എ. വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസർ ഡയഗ്രത്തിനെ പറയുള്ളൂ. ദിസ് ഇസ് ട്രയാങ്കിൾ. ട്രയാങ്കിളിന് ഈ ഒരു ഡയറക്ഷൻ ഉണ്ടാവില്ല. ഈ ഡയറക്ഷൻ ഉള്ളതുകൊണ്ടാണ് അതിന് വെക്ടർ ഡയഗ്രം എന്ന് പറയാം. പക്ഷെ ഇത് അവർ വരച്ചിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ആണ്. അത് അതേപോലെ ഞാൻ കോപ്പി ചെയ്തു, സോറി. ഓക്കെ, കാരണം വേറെ വരക്കാൻ ഞാൻ നിന്നിട്ടില്ല. അപ്പോ ഒ എ ഇസ് ദ വി ഐ കോസ് ഫൈവ് ദാറ്റ് റെപ്രസെന്റ്സ് ദ ആക്റ്റീവ് പവർ ഇൻ വാട്ട്സ് ഓർ കെ ഡബ്ല്യു. ഇത് ഓക്കെ. എ ബി is VA sin phi represents the reactive power VAR or KVAR. OB VA represents the apparent power in VA or KVA. ഇതൊക്കെ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചാട്ടോ, ഒരു റിവിഷൻ ആണ് ഞാൻ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, the following points may be noted from the power triangle. First one, the apparent power in an AC circuit has two components. ഈ apparent power VA ക്ക് എന്താണ്, രണ്ട് കമ്പണന്റ് ഉണ്ട്. ഒന്നെന്താണ്, VA cos phi എന്നുള്ള കമ്പണന്റ് ഉണ്ട്. ഈ അപ്പാരന്റിനെ ഇങ്ങോട്ട് ആക്കല്ലേ, അപ്പൊ വി ഐ സൈൻ ഫൈവ്, ഇതിനെ ഇങ്ങോട്ട് വെക്കുകയാണെങ്കിൽ വി ഐ സൈൻ ഫൈവ്. ദാറ്റ് ഈസ് ഒ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒ എ സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഓർ ഒ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ അപ്പാരന്റ് പവർ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആക്റ്റീവ് പവർ സ്ക്വയർ പ്ലസ് റിയാക്റ്റീവ് പവർ സ്ക്വയർ. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കിലോയിൽക്ക് മാറ്റുമ്പോൾ വി ഐയുടെ യൂണിറ്റ് എന്ത് വരും, കെ വി എ വരും. കെ വി എ സ്ക്വയർ ഈസ് ഈക്വൽ ടു കെ ഡബ്ല്യു സ്ക്വയർ പ്ലസ് കെ വി എ സ്ക്വയർ. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് പോയിന്റ് നമുക്ക് വേറെ പ്രോബ്ലം ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ്, പവർ ഫാക്ടർ കോസ് ഫൈവ് ഈസ് ഈക്വൽ ടു, ഇവിടുന്ന് കോസ് ഫൈവ് എങ്ങനെ കിട്ടും, ഒ എ മൈനസ് ഒ എ ഡിവൈഡഡ് ബൈ ഒ ബി. അതല്ലത്, അപ്പോൾ ഒ എ എന്താണ്, ആക്റ്റീവ് പവർ ആണ്, മറ്റെന്താണ്, അപ്പാരന്റ് പവർ ആണ്. അപ്പൊ കെ ഡബ്ല്യു ബൈ കെ വി എ. ഇനി ഇതിൽ തന്നെ നോക്കുക, ഈ ആക്റ്റീവ് പവറിന് നമ്മൾ ഇക്വേഷൻ ഇടുക, വി ഐ കോസ് ഫൈവ് ഡിവൈഡഡ് ബൈ വി ഐ. വി ഐയും വിട്ടുപോയി, കോസ് ഫൈവ്. That is cos phi. Thus, the power factor of a circuit may also be defined as the ratio of active power to apparent power. ഇനി പവർ ഫാക്ടർ എങ്ങനെ ഡിഫൈൻ ചെയ്യണം? പവർ ഫാക്ടർ ഓഫ് എ സർക്യൂട്ട് പല രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. നമ്മൾ ജസ്റ്റ് ഡെഫിനേഷൻ പറഞ്ഞിരുന്നു, പക്ഷെ നമുക്ക് എളുപ്പത്തിൽ ഒന്നുകൂടി മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞത്. The power factor of a circuit can be defined in one of the following three ways. Power factor cos phi is equal to cosine of the angle between V and I. Cosine of the angle between V and I. Power factor is equal to, നമ്മൾ ഇതില് ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആർ എൽ സർക്യൂട്ട് വരയ്ക്കുകയാണെങ്കിൽ, ഓക്കെ, ഓർത്തിരിക്കുക, ആർ എൽ സർക്യൂട്ട് വരയ്ക്കുകയാണെങ്കിൽ, ഞാൻ വേറെ എന്തെങ്കിലും ഇത് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ റെക്കോർഡിങ് ചെയ്യണത് ലാപ്പിലാണ്, മൊബൈലിലാണെങ്കിൽ എനിക്ക് എഴുതി കാണിക്കായിരുന്നു. ഓക്കെ, എനിവേ ഞാൻ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകുമ്പോൾ എന്നോട് ചോദിച്ചാൽ നമ്മൾ അതിൽ പിന്നെ ഇംപെഡൻസ് ട്രയാങ്കിൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇംപെഡൻസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വി ഐ കോസ് ഫൈവ് ഇരിക്കുന്നിടത്ത് ആറായിരിക്കും, ഈ വി ഐ കോസ് ഫൈവ് ഇരിക്കുന്നിടത്ത് ആറ്, ഇവിടെ എന്തായിരിക്കും, എക്സ് എൽ ആയിരിക്കും, ഇവിടെ എന്തായിരിക്കും, ഇസഡ് ആയിരിക്കും. അപ്പൊ ഇസഡ് ഈസ് ഇക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ സ്ക്വയർ എന്നുള്ള ഇംപിഡൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു പവർ ഫാക്ടർ ഈസ് ഇക്വൽ ടു വി ഐ കോസ് ഫൈവ്, ആക്റ്റീവ് പവർ ഡിവൈഡ് ബൈ വി ഐ പറഞ്ഞു, അതായത് അപ്പാരന്റ് പവർ. അതേപോലെ ഒരു ഇംപിഡൻസ് ട്രയാങ്കിൾ ഇവിടെ ആറും ഇവിടെ ഇസഡും ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ആർ ബൈ ഇസഡ്. അതാണ് ഈ എഴുതിയിരിക്കുന്നത്, റെസിസ്റ്റൻസ് ബൈ ഇംപിഡൻസ്. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അടുത്ത പവർ ഫാക്ടർ ഈസ് ഈക്വൽ ടു വി ഐ കോസ് ബൈ വി ഐ ആക്റ്റീവ് പവർ ബൈ അപ്പാരന്റ് പവർ. അപ്പൊ ഈ മൂന്ന് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫൈൻ ചെയ്യാം. അപ്പൊ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ മൂന്ന് രീതിയിൽ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഓക്കെ, നെക്സ്റ്റ്, ഡിസഡ്വാൻറ്റേജസ് ഓഫ് ലോ പവർ ഫാക്ടർ. വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ലോ പവർ ഫാക്ടർ? ഒന്ന്, പവർ ഫാക്ടർ, ഓക്കെ, പവർ ഫാക്ടർ ഓൾവേസ് plays an important role in AC circuit since power consumed depend on this factor. P is equal to VL cos phi. ഇത് നമ്മൾ ഒരു സിംഗിൾ ഫേസ് സപ്ലൈയുടെ ഇക്വേഷൻ ആണ്. അപ്പൊ ഐ എല്ലിന് നമുക്ക് എഴുതാം, ഐ എൽ ഈസ് ഈക്വൽ ടു പി ഡിവൈഡഡ് ബൈ വി എൽ കോസ് ഫൈ. അപ്പൊ ഈ കോസ് ഫൈ കുറയുകയാണെങ്കിൽ
കോസ് ഫൈ കുറഞ്ഞാണെങ്കിൽ കറണ്ട് കൂടും. അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇറ്റ് ഈസ് ക്ലിയർ ഫ്രം ദ അബവ് ദാറ്റ് ഫോർ ഫിക്സഡ് പവർ ആൻഡ് വോൾട്ടേജ് ദ ലോഡ് കറന്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ പവർ ഫാക്ടർ. ലോവർ ദ പവർ ഫാക്ടർ ഹയർ ഈസ് ദ ലോഡ് കറന്റ് ആൻഡ് വൈസ് വേഴ്സ. അപ്പൊ എന്താണ്, കറണ്ട് കൂടുതൽ എടുക്കും, നമുക്ക് കറണ്ട് കൂടുതൽ. ഇത് ഒരു ത്രീ ഫേസ് സപ്ലൈ ആണ്. ത്രീ ഫേസ് സപ്ലൈ ആകുമ്പോൾ √3 VL കോസ് ഫൈ ആണ്. IL P/√3 VL കോസ് ഫൈ. അപ്പൊ ഏതിനാണെങ്കിലും ഈ പറയുന്ന കോസ് ഫൈ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലോഡ് കറണ്ട്, അതായത് കറണ്ട് എന്ത് ചെയ്യും, കൂടുതൽ എടുക്കും. അത് ദോഷമാണ്. A power factor less than unity results in the following disadvantage. ഒരു 5 ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അതെന്താണ് ജസ്റ്റ് ഒന്ന് ഫാസ്റ്റ് ആയിട്ട് പറയുന്നത്. ലാർജ് KVA റേറ്റിംഗ് ഓഫ് എക്യുപ്മെന്റ്. The electrical machinery, that is example, alternators, transformers, switchgears is always rated in KVA. ഈ KVA റേറ്റ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ നമ്മളുടെ KVA എന്ന അപ്പാരന്റ് പവർ ആണ്. അതിൽ നമുക്ക് അറിയേണ്ട എന്താണ്, വോൾട്ടേജും കറണ്ടും മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ KVA റേറ്റ് ചെയ്യുന്നത്? ചിലപ്പോൾ നിങ്ങളോട് ഇന്റർവ്യൂവിനൊക്കെ ചോദിക്കും എന്തുകൊണ്ടാണ് KVA റേറ്റ് ചെയ്യുന്നത് വെച്ചാൽ, KW നമ്മൾക്ക്, അതായത് ആക്റ്റീവ് പവറിലാണ് നമ്മൾ റേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇത്ര വാട്ടാണെന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അതിന്റെ കോസ് ഫൈ അറിയണം. ഇപ്പൊ ഒരു ബൾബിന്റെ കേസ് ആണെങ്കിൽ നമുക്ക് അത് ഓൾമോസ്റ്റ് യൂണിറ്റ് ആയിട്ട് എടുക്കാം. അതുകൊണ്ട് നമുക്ക് ഇത്ര വാട്ട്സ് ബൾബാണെന്ന് പറയാം. പക്ഷെ ഒരു മോട്ടറിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്ററിന്റെ കേസ് പറഞ്ഞാൽ, ഇതൊക്കെ എന്താണ്, വൈൻഡ് ചെയ്തിട്ടുള്ള മെഷീൻസ്. വൈൻഡ് ചെയ്തിട്ടുള്ള മെഷീൻസ് ആകുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് എവിടെ നിന്നുണ്ടാവും, ഒരു പവർ ഫാക്ടർ ലാഗ് ഉണ്ടാവും. അതെന്താന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. സോ അത് പറയുന്നതിന് വരെ നമ്മൾ എന്ത് ചെയ്യും, അപ്പാരന്റ് പവറിന്റെ റേറ്റിംഗിൽ വരും. അപ്പോൾ അവിടുത്തെ നമുക്ക് എന്താ, വോൾട്ടേജും കറണ്ട് പറഞ്ഞാൽ അതാണ് VA, അതിന്റെ യൂണിറ്റ് അല്ലേ. അപ്പൊ വോൾട്ടേജും കറണ്ട്, അപ്പൊ അതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഇത് റേറ്റ് ചെയ്യുക. അപ്പൊ KVA എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു കോസ് ഫൈ =KW/KVA. അപ്പൊ KVA ഇങ്ങോട്ട് കൊണ്ടുപോയി കോസ് ഫൈ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ KVA =KW/cos ഫൈ. It is clear that KVA rating of the equipment is inversely proportional to power factor, and the smaller the power factor, the larger is the KVA rating. Therefore, at lower power factor, the KVA rating of the equipment has to be made more, making equipment larger and expensive. അപ്പോൾ നമ്മളുടെ കോസ് ഫൈ കുറയാൻ ഒരു പ്രശ്നമുള്ള ഒരു ഏരിയ ആണ് വിചാരിക്കാം. അതായത് ഇത് ശരിക്കും എന്താ വെച്ചാല്, പവർ ജനറേറ്റ് ചെയ്യില്ലേ, പവർ ജനറേറ്റ് ചെയ്തിട്ട് അവിടെ നമ്മൾ ശരിക്കും പവർ ഫാക്ടർ കറക്ഷൻ വെച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടെ ലാഗ് വരിക, അല്ലെങ്കിൽ ട്രാൻസ്മിഷന്റെ സൈഡിൽ ലാഗ് വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ആ മോട്ടറിന് എന്തുണ്ടാവും, ഈ കോസ് ഫൈ കുറവാണെന്നുണ്ടെങ്കിൽ അത് ത്രൂ ഔട്ട് അങ്ങനെയാണെന്ന് നമ്മൾ പറയും പവർ ഫാക്ടർ ഇത്ര കുറവാണെന്ന്, അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഈ KVA റേറ്റിംഗ് കൂട്ടേണ്ടി വരും. കൂട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, അത് എക്യുപ്മെന്റ് ലാർജർ ആക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, എക്സ്പെൻസീവ് കൂടും. ലാർജർ KVA വേണ്ടി വരും കോസ് ഫൈ റെഡ്യൂസ് ചെയ്യാനെങ്കിൽ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, മനസ്സിലായി. Generator conductor size. To transmit or distribute a fixed amount of power at a constant voltage, the conductor will have to carry more current at a low power factor. അപ്പോൾ ലോ പവർ ഫാക്ടറിൽ ഞാൻ പറഞ്ഞു കൂടുതൽ കറണ്ട് ക്യാരി ചെയ്യേണ്ടി വരും. കറണ്ട് കൂടുതൽ ക്യാരി ചെയ്യാന്ന് കഴിഞ്ഞാൽ ആ കറണ്ട് പോകുന്ന കണ്ടക്ടറിന്റെ റേറ്റിംഗ് അല്ലെങ്കിൽ അതിന്റെ സൈസ് എന്ത് ചെയ്യേണ്ടി വരും, കൂട്ടേണ്ടി വരും. ഓക്കെ, നമ്മളിപ്പോ പവർ കേബിളിൽ ഇടുന്ന സൈസ് ആവില്ല നോർമൽ കേബിളിൽ ഇടുക, അല്ലെങ്കിൽ നോർമൽ വയറിൽ, അല്ലെങ്കിൽ നോർമൽ വയറിനായിരിക്കില്ല പവർ വയറിനുള്ള ഇത്. അതേപോലെ ഇത് എന്ത് ചെയ്യും, വ്യത്യാസം വരും. കറണ്ട് കൂടുന്നതിനനുസരിച്ചിട്ട് അതിന്റെ ഗേജ് കൂട്ടേണ്ടി വരും, അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ, കണ്ടക്ടർ സൈസ് കൂട്ടേണ്ടി വരും. ലാർജ് കോപ്പർ ലോസസ്. പിന്നെന്താണ്, അവിടെ നമുക്ക് നല്ല ലോസസ് വരും. കോപ്പർ ലോസ് പറഞ്ഞാൽ I²R ലോസസ് അല്ലെ. അപ്പൊ ഒരു വയറിൽ കൂടെ നമ്മളുടെ കറണ്ട് പോവുകയാണെങ്കിൽ അവിടെ എന്തായാലും ഒരു കോപ്പർ ലോസ് ഉണ്ടാവും അല്ലെ. അപ്പൊ കറണ്ട് കൂടുതൽ എടുക്കുകയാണ്, പവർ ഫാക്ടർ കുറവായതുകൊണ്ട് കറണ്ട് കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന കൂടിയില്ലേ. അപ്പൊ I²R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി, ലോസസ് കൂടിയില്ലേ. അതാണ് ഈ പറയുന്നത് ലാർജ് കോപ്പർ ലോസസ്. The large current at low power factor causes more I²R losses in all the elements of the supply system. This results in poor efficiency. Next, poor voltage regulation. The large current at a low lagging power factor causes greater voltage drop in alternator, transformers, transmission lines and distributors. നമ്മളുടെ ലാർജ് കറണ്ട് ലോ പവർ ഫാക്ടറിൽ എടുക്കുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ വലിയൊരു വോൾട്ടേജ് ഡ്രോപ്പ് എവിടെ ഉണ്ടാവും, ഓൾട്ടർനേറ്റർ, ട്രാൻസ്ഫോമർ, ഇതിലൊക്കെ ഉണ്ടാവും. ദിസ് റിസൾട്ട്സ് ഇൻ ദ ഡിക്രീസ്ഡ് വോൾട്ടേജ് അവൈലബിൾ അറ്റ് ദ സപ്ലൈ എൻഡ്. അപ്പൊ എന്താണ്, സപ്ലൈ എൻഡിൽ എന്താണ്, ഡിക്രീസ്ഡ് വോൾട്ടേജ് ആവും. thus importing the performance of utilization devices. In order to keeping the receiving and voltage within permissible limit, extra equipment, that is voltage regulator, is required. അപ്പോൾ നമ്മൾ ഈ ലോ പവർ ഫാക്ടർ കാരണം കൊണ്ട് എന്താ വെച്ചാൽ വോൾട്ടേജിന്റെ ഇതിൽ വേരിയേഷൻ, ഡിപ്പ് ഉണ്ടാകുമ്പോൾ നമ്മളുടെ റിസീവിങ് അല്ല, അതായത് നമ്മളുടെ കൺസ്യൂമർ സൈഡ് എത്തുമ്പോഴത്തേക്കും ഭയങ്കര വ്യത്യാസമാവും. അപ്പൊ എന്താണ്, അത് അൺഡിസൈറബിൾ ആയിട്ടുള്ള പ്രോബ്ലം.
അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും എക്സ്പെൻസ് കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് എന്ത് ചെയ്യേണ്ടി വരും, ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതും നമുക്ക് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. റെഡ്യൂസ്ഡ് ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഓഫ് എ സിസ്റ്റം. ദ ലാഗിംഗ് പവർ ഫാക്ടർ റെഡ്യൂസസ് ദ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഓഫ് ഓൾ ദ എലമെന്റ്സ് ഓഫ് സിസ്റ്റം. It is because the reactive component of current prevents the full utilization of installed capacity. അപ്പോൾ എന്താ വെച്ചാൽ സപ്പോസ് നമുക്ക് പവർ ഫാക്ടർ വന്നു കഴിഞ്ഞാൽ ഫുള്ള് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഓക്കെ, കാരണം റിയാക്റ്റീവ് കമ്പണന്റ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ കറണ്ട് കൂടുതലുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ്, പവർ ഫാക്ടർ ഇംപ്രൂവ്മെന്റ്. The low power factor is mainly due to the fact that the most of the power loads are inductive and therefore take lagging currents. നമുക്ക് നമ്മളൊരു ഇതെല്ലാ പവർ സിസ്റ്റത്തിലും യൂസ് ചെയ്യുന്നത് ഇൻഡക്റ്റീവ് ടൈപ്പ് ലോഡ്സ് ആണ്, വൈൻഡ് ചെയ്തിട്ടുള്ള ടൈപ്പ് ലോഡ്സ്. ഓക്കെ. In order to improve the power factor, some devices taking leading power should be connected in parallel with the load. അപ്പോൾ ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് വെച്ചാൽ ലീഡിങ് കറണ്ട് യൂട്ടിലൈസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ്. നമുക്ക് ലാഗ് പവർ ഫാക്ടർ ഒഴിവാക്കാൻ പറ്റില്ല, അത് എന്തായാലും ഉണ്ടാവും, കാരണം അങ്ങനത്തെ എക്യുപ്മെന്റ്സ് നമ്മൾ യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് അതിനൊരു മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ, അതിനൊരു പ്രതിവിധി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ സിസ്റ്റത്തിന് പാരലായിട്ട് ലീഡിങ് പവർ എടുക്കുന്ന അല്ലെങ്കിൽ ലീഡിങ് കറണ്ട് എടുക്കുന്ന ഡിവൈസ് എന്ത് ചെയ്യുക, ഇൻട്രൊഡ്യൂസ് ചെയ്യുക. വൺ ഓഫ് സച്ച് ഡിവൈസസ് ക്യാൻ ബി എ കപ്പാസിറ്റർ. നിങ്ങൾ പഠിച്ചിട്ടില്ലേ, കപ്പാസിറ്ററിന്റെ ലീഡിങ് പവർ ഫാക്ടർ പഠിച്ചിട്ടില്ലേ? അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, capacitor use here. The capacitor draws a leading current and partly or completely neutralizes the lagging reactive component of load current. This raises the power factor of the load. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു ഇലസ്ട്രേഷൻ കാണിച്ചിരിക്കുകയാണ്. ഈ പറഞ്ഞതിൻ്റെതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ എങ്ങനെയാ വെച്ചാൽ ഇതാണ് നമ്മുടെ സിസ്റ്റം, RL നേച്ചറുള്ള സിസ്റ്റം. അപ്പൊ ഇവിടുത്തെ കേസ് എങ്ങനെയായിരിക്കും വെച്ചാൽ വോൾട്ടേജും ഐയും ഒരു ആംഗിൾ 5 എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, ഉണ്ടാവും. അപ്പൊ നമ്മളുടെ ഫേസ് ആംഗിൾ എന്താണ്, 5 ആണ്. അപ്പൊ പവർ ഫാക്ടർ എന്താണ്, cos 5. ഓക്കെ, അപ്പൊ cos 5 ആവുമ്പോൾ ഈ 5 ഇപ്പൊ നമ്മൾ പറയാണ് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഒരു 60 ഡിഗ്രി ആണെങ്കിൽ cos 60 ആയി നമ്മളുടെ പവർ ഫാക്ടർ. ഓക്കെ, ഇനി അതിനെങ്ങനെ റെഡ്യൂസ് ചെയ്യാം, അതിനെന്ത് ചെയ്യും, ഇതിന് പാരലായിട്ട് എന്ത് ചെയ്യും, ഒരു കപ്പാസിറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആ കപ്പാസിറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ വരുന്ന ഇതിലേക്ക് പോണ കറണ്ടിനെ നമ്മൾ ഐ ആക്കിയിട്ട് തന്നെ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ മുന്നേ ഇവിടെ ഒരു ജംഗ്ഷൻ വരുന്നുണ്ട്. ആസ് പെർ KCL ഐ സി ആയിട്ടും ഐ ഡാഷ് ആയിട്ടും എന്ത് സ്പ്ലിറ്റ് ഉണ്ടായി. അപ്പോൾ ഇവിടെ നമ്മൾ മെയിൻ കറണ്ട് ആയിട്ട് ഐ ഡാഷ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഐ സി എന്ന് പറഞ്ഞൊരു കപ്പാസിറ്റർ കറണ്ട് പോവും, ഇതിന് എന്ത് ചെയ്യും, ഐ പോവും. അപ്പൊ ടോട്ടൽ സിസ്റ്റം ഇവിടുന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ സിസ്റ്റം ഇവിടെ നല്ല നമ്മൾ നോക്കുന്നത്, ഇവിടുന്ന് നോക്കുമ്പോൾ എന്ത് ചെയ്തു, ഈ ഐ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ലീഡ് ഓൾമോസ്റ്റ് യൂണിറ്റിയിലോട്ട് വരാനുള്ള രീതിയിൽ നമുക്ക് അതിന്റെ ഫേസ് ആംഗിൾ സെറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ നോക്കിയേ, നമ്മൾ എന്ത് ചെയ്തു, ഒരു വോൾട്ടേജിന് 90 ഡിഗ്രി ആയിട്ട് ഐ സി ലീഡ് ചെയ്ത് വരച്ചു. അങ്ങനെയാണല്ലോ കപ്പാസിറ്റർ വരിക, അല്ലേ? ഇങ്ങനെയല്ലേ വരിക. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഈ ഐ സിയും ഇനി എന്താണ്, നമ്മളുടെ ഐ സി വരച്ചു, അല്ലേ? അപ്പോ ഇനി ഈ കറണ്ടുകളുടെ റിസൾട്ടന്റ് എടുക്കണം. ഓക്കെ, അതായത് ഈ ഐ ഡാഷ് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താണ്, റിസൾട്ടന്റ് ഓഫ് ഐ സി ആൻഡ് ഐ ആണ്. അപ്പൊ എന്താണ്, നമ്മളൊരു പാരലോഗ്രാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കുമ്പോൾ എന്തായി, ഐ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്തി. അപ്പൊ ഈ 5 എന്നുള്ളതിന് എന്ത് ചെയ്തു, 5 ആയിട്ട് റെഡ്യൂസ് ചെയ്തു. അപ്പൊ യൂണിറ്റിയിലോട്ട് അപ്രോച്ച് ചെയ്തു. അപ്പൊ അങ്ങനെ പവർ ഫാക്ടർ വെച്ചപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാൻ പറ്റി. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഇതാ പറയുന്നത്, the capacitor C is connected in parallel with the load. The capacitor draws IC which leads the supply voltage by 90 degree. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. The resulting line current I dash is the phasor sum of the load I and IC and its angle of lag is phi2. Resulting line current I dash is the phasor sum of I and IC and അതിന്റെ phase angle എന്താണ്, phi2. Phi2 is less than phi1, അല്ലെ, ശരിയല്ലേ? So that cos phi2 is greater than cos phi1, hence the power factor of the load is improved. നമുക്ക് അടുത്ത എന്തൊക്കെ പോയിന്റ്സ് നമുക്കിപ്പോൾ ഈ പവർ ഫാക്ടർ കറക്ഷൻ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. The circuit current I dash after power factor correction is less than the original current I. ഈ I dash എന്ന് പറഞ്ഞാൽ എന്താണ്, ഐനെക്കാട്ടി എന്തായാലും എന്താണ്, കുറവാണ്. The active or wattful component remains the same before and after power factor correction because
ഓൺലി ദ റിയാക്റ്റീവ് കമ്പണന്റ് ലാഗിങ് റിയാക്റ്റീവ് കമ്പണന്റ് ഈസ് റെഡ്യൂസ്ഡ് ബൈ ദ കപ്പാസിറ്റർ. അപ്പൊ ഇവിടുന്നുള്ള ഐ കോസ് ഫൈ പറഞ്ഞ സാധനവും കോസ് ഫൈ വൺ എന്ന് പറഞ്ഞതും ഐ ഡാഷ് കോസ് ഫൈ ടു എന്ന് പറഞ്ഞ സാധനം ഐ ഡാഷ് കോസ് ഫൈ ടു പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയാണ് വരിക ഐ ഡാഷ് കോസ് ഫൈ ടു ഐ കോസ് ഫൈ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ ട്രയാങ്കിളിൽ വരിക. ഓക്കെ, നമ്മൾ ഇത് ട്രയാങ്കിൾ ആക്കിയിട്ട് ഇത് മാറ്റിയിട്ട് വെറും ട്രയാങ്കിൾ ആയിട്ട് ചിന്തിക്കുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എന്താണ് ഇവിടെ ഐ കോസ് ഫൈ വൺ ആണ് വരിക ഈ വലിയ ട്രയാങ്കിളിന്റെ, മറ്റേതെന്താണ് വരിക ഐ ഡാഷ് കോസ് ഫൈ ടു ആണ് വരിക. രണ്ടും എന്താണ് സെയിം ആണ്. Okay, the lagging reactive component is reduced after power factor improvement is equal to the difference between lagging reactive component of load I sin phi 1 and the capacitor current IC. അതായത് ഇതാണ് റിയാക്റ്റീവ് കമ്പണന്റ് അല്ലെ. അപ്പൊ റിയാക്റ്റീവ് കമ്പണന്റ് ഐ ഡാഷ് സൈൻ ഫൈ ടു എന്ന് പറഞ്ഞ സാധനം എന്താണ് ഐ സൈൻ ഫൈ വൺ മൈനസ് എന്താണ് ഐ സി ആണ് അല്ലെ. നിങ്ങൾ ഐ ഡാഷ് ഇതാണെന്നുണ്ടെങ്കിൽ റിയാക്റ്റീവ് കമ്പണന്റ് ഇത് ഐ ഡാഷ് സൈൻ വൺ ഫൈ ടു ആണ്. ഇതെന്താണ് രണ്ടാമത്തെ എന്താണ് ആദ്യത്തെ എന്താണ് ഐ സൈൻ ഫൈ വൺ ആണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഐ ഡാഷ് സൈൻ ഫൈ ടു അതായത് കെ വി എ ആർ ആഫ്റ്റർ പവർ കറക്ഷൻ ഈസ് ഈക്വൽ ടു എന്താണ് ആദ്യത്തെ കെ വി എ ആർ ഐ സൈൻ ഫൈ വൺ മൈനസ് ഐ സി ആണ്. അതാണ് ഈ എഴുതിച്ചിരിക്കുന്നത്. കെ വി ആർ അല്ല അതിന്റെ കമ്പണന്റ് ആണ് പറഞ്ഞത്. കെ വി ആർ എങ്ങനെ വരുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് റിയാക്റ്റീവ് പവർ ആയിട്ടും പറയും അത്. ഐ ഡാഷ് സൈൻ ഫൈ ടു ഈസ് ഈക്വൽ ടു ഐ സൈൻ ഫൈ വൺ മൈനസ് ഐ സി. ഇനി നമുക്കറിയാം ആസ് ഐ കോസ് ഫൈ വൺ ഈസ് ഈക്വൽ ടു ഐ ഡാഷ് കോസ് ഫൈ ടു നമ്മൾ നേരത്തെ എഴുതി. വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വി ഐ കോസ് ഫൈ വൺ ഈസ് ഈക്വൽ ടു വി ഐ ഡാഷ് കോസ് ഫൈ ടു. Therefore, active power remains unchanged due to power factor improvement. Active power എന്തായിരിക്കും കറക്റ്റ് ആയിട്ട് നിൽക്കും. ഐ ഡാഷ് സൈൻ ഫൈ ടു ഈസ് ഈക്വൽ ടു ഐ സൈൻ ഫൈ വൺ മൈനസ് ഐ സി നമ്മൾ ഇവിടുത്തെ ഈക്വേഷൻ അതിന് വി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വി ഐ ഡാഷ് സൈൻ ഫൈ ടു ഈസ് ഈക്വൽ ടു വി ഐ സൈൻ ഫൈ വൺ മൈനസ് വി ഐ സി. വി ഐ ഡാഷ് സൈൻ ഫൈ ടു അതാണ് നെറ്റ് കെ വി ആർ ആഫ്റ്റർ പവർ കറക്ഷൻ. വി ഐ ഡാഷ് സൈൻ ഫൈ ടു ആണ് ഇതാണ് നെറ്റ് കെ വി ആർ ആഫ്റ്റർ പവർ കറക്ഷൻ ഈസ് ഈക്വൽ ടു ലാഗിങ് കെ വി ആർ ബിഫോർ പവർ കറക്ഷൻ ഇത്രയും വരുന്നത് മൈനസ് ലീഡിങ് കെ വി ആർ ഓഫ് ദ എക്യുപ്മെന്റ്. ഈ പവർ ഫാക്ടർ എക്യുപ്മെന്റ് ഇംപ്രൂവ്മെന്റ് എക്യുപ്മെന്റ് അത് നമ്മൾ കപ്പാസിറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. Normally, the power factor of the whole load on a large generating station is in the region of 0.8 to 0.9. 0.8 to 0.9 ആണ് normally പറയാം. However, sometimes it is lower and in such cases it is generally desirable to take special steps to improve the power factor. Normally 0.8 to 0.9 ആണെങ്കിൽ പോലും അതിനെക്കാട്ടും കുറഞ്ഞു വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം സ്പെഷ്യൽ സ്റ്റെപ്സ്. This can be achieved by the equipment. ഒന്ന് എന്താണ് സ്റ്റാറ്റിക് കപ്പാസിറ്റർ വേറെ ഉണ്ടായിരുന്നു രണ്ടെണ്ണം അത് സിലബസിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല. Static capacitor. And the power factor can be improved by connecting capacitors in parallel with the equipment operating at a lagging power factor. So lagging power factor ആയിട്ട് വർക്ക് ചെയ്യുന്ന എക്യുപ്മെന്റിന് പാരലൽ ആയിട്ട് നമ്മൾ കപ്പാസിറ്റർ കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാ പവർ ഫാക്ടർ ഇംപ്രൂവ്മെന്റ് ആയിട്ട് സ്റ്റാറ്റിക് കപ്പാസിറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. The capacitor, generally known as static capacitor, draws a leading current and partly or completely neutralizes the lagging reactive component of load current. നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ സ്റ്റാറ്റിക് കപ്പാസിറ്റർ വെക്കുമ്പോൾ എന്താണ് ഈ ലീഡിങ് പവർ മറ്റും കൂടി ഇത് വരുമ്പോൾ എന്ത് ചെയ്യും ന്യൂട്രലൈസ് ചെയ്യും അല്ലെങ്കിൽ ഏകദേശം കംപ്ലീറ്റ്ലി ന്യൂട്രലൈസ് ചെയ്യില്ലെങ്കിലും ഏകദേശം അവിടേക്ക് എത്തിക്കും. ദിസ് റേസസ് ദ പവർ ഫാക്ടർ ഓഫ് ദ ലോഡ്. അപ്പോൾ പവർ ഫാക്ടർ ഓൾമോസ്റ്റ് എന്താക്കും ഹൈ ആയി കിട്ടും. ഫോർ ത്രീ ഫേസ് ലോഡ്സ് ദ കപ്പാസിറ്റേഴ്സ് ക്യാൻ ബി കണക്റ്റഡ് ഇൻ ഡെൽറ്റ ഓർ സ്റ്റാർ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഒരു ത്രീ ഫേസ് ലോഡ് ആണെങ്കിൽ ഇതേപോലെ നമ്മൾ എപ്പോഴും ത്രീ ഫേസ് ലോഡ് ആണല്ലോ നമ്മൾക്ക് വരുന്നത് അല്ലെ. ജനറേറ്റർ ആണെങ്കിലും ത്രീ ഫേസ് ലോഡാണ്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ സിംഗിൾ ഫേസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് ത്രീ ഫേസ് കൊണ്ടിരിക്കും ത്രീ ഫേസ് ലോഡ്. അപ്പൊ ഈ നമ്മളുടെ ലൈനിൽ എന്ത് ചെയ്യും ഇങ്ങനെ ഡെൽറ്റ ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റാർ ആയിട്ടോ എന്ത് ചെയ്യും കണക്ട് ചെയ്യും. സ്റ്റാറ്റിക് കപ്പാസിറ്റേഴ്സ് ആർ ഇൻവേരിയബിളി യൂസ്ഡ് ഫോർ പവർ ഫാക്ടർ ഇംപ്രൂവ്മെന്റ് ഇൻ ഫാക്ടറീസ്. ഫാക്ടറീസിലൊക്കെ എന്താണ് യൂസ് ചെയ്യുന്നത് ഈ സ്റ്റാറ്റിക് കപ്പാസിറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് എന്താണ് സ്റ്റാറ്റിക് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. ദേ ഹാവ് ലോ ലോസസ് കുറവാണ്. ദേ റിക്വയർ ലിറ്റിൽ മെയിൻ്റെനൻസ്. അവർക്ക് ബാക്കിയുള്ള റൊട്ടേറ്റിംഗ് പാർട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സ്റ്റാറ്റിക് ആയി നിൽക്കുന്നതുകൊണ്ട് ലിറ്റിൽ മെയിൻ്റെനൻസ് മതി. ദേ ക്യാൻ ബി ഈസിലി ഇൻസ്റ്റാൾഡ് ആസ് ദേ ആർ ലൈറ്റ് ആൻഡ് റിക്വയർ നോ ഫൗണ്ടേഷൻ. വളരെ
സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ദേ ക്യാൻ വർക്ക് അണ്ടർ ഓർഡിനറി അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ. ഓർഡിനറി അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനിൽ നല്ല സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഡിസഡ്വാൻറ്റേജ്, they have short service life ranging from 8 to 10 years. വളരെ ഷോർട്ട് ലൈഫാണ്, 8 to 10 years ഉള്ളൂ. They are easily damaged if the voltage exceeds the rated value. ഇതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ റേറ്റഡ് വാല്യൂവിനെ കൊണ്ട് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് ഡാമേജ് ആയിട്ടു. വൺസ് ദ കപ്പാസിറ്റീസ് ആർ ഡാമേജ് ദയർ റിപ്പയർ ഈസ് അൺഎക്കണോമിക്കൽ. അപ്പോൾ ഒരു പ്രാവശ്യം കപ്പാസിറ്റർ ഡാമേജ് ആയി കഴിഞ്ഞാൽ പിന്നെ റിപ്പയർ ചെയ്യാൻ നിൽക്കാതെ മാറ്റാണ് ഉത്തമം, അല്ലെങ്കിൽ നമുക്കത് അഫോർഡബിൾ ആയിരിക്കില്ല. നെക്സ്റ്റ് പവർ ഫാക്ടറിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കപ്പാസിറ്റർ എന്ത് ചെയ്തു, പാരലായിട്ട് കണക്ട് ചെയ്തു. കപ്പാസിറ്ററിന്റെ കേസ് എന്താണെന്ന് കഴിഞ്ഞാൽ ഇത്, in order to improve power factor of the circuit, the remedy is to connect such an equipment in parallel with the load which takes a leading reactive component. അത് ഐ സി ആണ്. ലീഡിങ് റിയാക്റ്റീവ് കമ്പോണന്റ് എടുക്കുന്നത് കപ്പാസിറ്റർ ആണ്. അതിൽ കൂടെ കറണ്ട് ഐ പോയിട്ട് അതിനാണ് ഐ സി എന്ന് പറയുന്നത്. ഐ സി എന്നുള്ള പേര് ഉപയോഗിക്കുന്ന കാരണം കപ്പാസിറ്ററിൽ കൂടെ പോണ കറണ്ട്, മെയിൻ കറണ്ട് ഐ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. മെയിൻ കറണ്ട് അതായത് ലോഡിലുള്ള കറണ്ട് ഐ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, the capacitor takes a current IC which leads the supply voltage by 90 degree. ഞാൻ പറഞ്ഞു V by 90 degree. 90 ഡിഗ്രിനെക്കാട്ടും വിനെക്കാട്ടും ലീഡ് ചെയ്തിട്ടാണ് കറണ്ട് കപ്പാസിറ്ററിൽ എടുക്കുക. The current IC partly cancels the lagging reactive component of the load as shown in the phasor diagram in the diagram. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞാൽ ഫസ്റ്റ് കേസ് പറഞ്ഞാൽ ഇങ്ങനെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐക്കും വിക്കും തമ്മിലുള്ള ഫേസ് ആംഗിൾ എന്നാണ് 5 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു കപ്പാസിറ്റർ പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ കപ്പാസിറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അവിടെ നിന്നാണ് ലീഡിങ് കറണ്ട് ആയി. അത് നമുക്ക് ഇങ്ങോട്ട് നമ്മൾ ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കുമ്പോൾ ഇതുണ്ടോ, ഈ ലെവലിലാണ് വരിക. അപ്പോൾ ഈ ലെവലിൽ വരുമ്പോൾ അതായത് ഇത് ഇങ്ങോട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ പിടിച്ചിട്ട് ഇവിടെ വെച്ച് നോക്കിയൊക്കെ, അതായത് ഈ പറയുന്ന ഐ സൈൻ ഫൈ 1 മൈനസ് ഐ സി എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി ആണ് എന്ത് ശരിക്ക് ഐ ഡാഷ് സൈൻ ഫൈ 2. ഐ ഡാഷ് സൈൻ ഫൈ 2 അതാണ് ഇതിന്റെ റിയാക്റ്റീവ് കമ്പോണന്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉണ്ട് ഐ സൈൻ ഫൈ 1 ആണ് ശരിക്ക്. ഇവിടെ വരുമ്പോൾ ഐ സൈൻ ഫൈ 1 മൈനസ് ഐ സി ഈസ് ഈക്വൽ ടു ഐ ഡാഷ് സൈൻ ഫൈ 2. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, നിങ്ങൾ കപ്പാസിറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കോസ് ഫൈ 2 എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടാവും ദാൻ കോസ് ഫൈ 1. ഞാൻ പറഞ്ഞതാണ് ഇവിടെ വന്നിട്ടുള്ളത്, അല്ല ഇവിടെ വന്നിട്ടുള്ളത് കാണില്ലേ, ഒബ്വിയസ്ലി ഐ ഡാഷ് സൈൻ ഫൈ 2, ഐ ഡാഷ് സൈൻ ഫൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡാഷ് സൈൻ ഫൈ 2 ഈസ് ഈക്വൽ ടു ഐ സൈൻ ഫൈ 1 മൈനസ് ഐ സി. ഓക്കെ, അപ്പോൾ ഐ ഡാഷ് സൈൻ ഫൈ 2 ആണ്. നേരത്തെ ഞാൻ ഐ സൈൻ ഫൈ 2 എന്ന് പറഞ്ഞു തോന്നുന്നു. ഇവിടെ ഐ ഡാഷ് ആണ് വരിക. കാരണം എന്താ വെച്ചാൽ തെറ്റരുത്, ഐ ഡാഷ് ആണ് റിസൾട്ടന്റ് കറണ്ട്, ഐ ഡാഷ് ആണ് വരുന്നത്. ഞാൻ നേരത്തെ ഐ സൈൻ ഫൈ 2 എന്ന് പറഞ്ഞോന്നൊരു സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഐ ഡാഷ് സൈൻ ഫൈ 2 ആണ്. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്ക് ഐ സി ഈസ് ഈക്വൽ ടു, അതായത് കപ്പാസിറ്റർ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഐ സൈൻ ഫൈ 1 മൈനസ് ഐ ഡാഷ് സൈൻ ഫൈ 2. So capacitance of a capacitor to improve power factor from the cos phi 1 to cos phi 2 നമുക്ക് എന്താ പറയാം, ഐ സി ബൈ ഒമേഗ വി. ഇതെങ്ങനെ കിട്ടുന്നത് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടില്ല, എക്സ് സി ഈസ് ഈക്വൽ ടു എന്താണ് 1 ബൈ ഒമേഗ സി അല്ലെങ്കിൽ വി ബൈ ഐ സി എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ ട്രയാങ്കിൾ വരച്ച് കഴിഞ്ഞാൽ കിട്ടും. സോ വി ബൈ ഐ സി നമുക്ക് എന്ത് ചെയ്യാം, 1 ബൈ ഒമേഗ വി എന്ന് എഴുതാം. അപ്പോൾ ഇത് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ചെയ്ത്. നെക്സ്റ്റ് പവർ ട്രയാങ്കിൾ. പവർ ട്രയാങ്കിൾ പഠിച്ചിട്ടില്ല നിങ്ങൾ. പവർ ട്രയാങ്കിൾ എന്താണ്, ഇവിടെ ആക്റ്റീവ് പവർ, ഇവിടെ അപ്പാരന്റ് പവർ, ഇത് റിയാക്റ്റീവ് പവർ അല്ലേ. അപ്പോൾ ഈ കാണുന്ന ക്വാണ്ടിറ്റിനെ ഇവിടേക്ക് വരച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം എ വി ആർ. ഇപ്പോൾ ഇവിടെ പറയുന്നത് ഇതൊന്ന് വായിച്ചു തരാം. പവർ ഫാക്ടർ കറക്ഷൻ ക്യാൻ ആൾസോ ബി ഇലസ്ട്രേറ്റഡ് ഫ്രം ദ പവർ ട്രയാങ്കിൾ. ദസ് റെഫറിംഗ് ടു ഫിഗർ ദ പവർ ട്രയാങ്കിൾ ഒ എ ബി ഈസ് ദ പവർ ഫാക്ടർ കോസ് ഫൈ 1. ഒ എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഫാക്ടർ കോസ് ഫൈ 1 ആണ് അതിന്റെ. ഓക്കെ, അത് ഇംപ്രൂവ് ചെയ്തു കോസ് ഫൈ 2 ചെയ്ത് ഏത് ട്രയാങ്കിൾ ഒ എ സി വരുമ്പോൾ. സോ നമുക്ക് ഒരു കാര്യം നമുക്ക് മനസ്സിലാവും, ആക്റ്റീവ് പവർ ഒ എ എന്ന് പറഞ്ഞ സാധനം എന്തുണ്ടായിട്ടില്ല, ഒരു ചേഞ്ച് ഉണ്ടായിട്ടില്ല. ആകെ ചേഞ്ച് ഉണ്ടായത് എന്താണ്, റിയാക്റ്റീവ് പവർ, ഫസ്റ്റ് റിയാക്റ്റീവ് പവർ ഈസ് ചേഞ്ച്ഡ് ടു സെക്കൻഡ് റിയാക്റ്റീവ് പവർ ഡ്യൂ ടു ദ കപ്പാസിറ്റർ സി. സോ ലീഡിംഗ് കെ വി ആർ സപ്ലൈഡ് ബൈ പവർ ഫാക്ടർ എക്വിപ്മെന്റ് കാരണം കൊണ്ടുണ്ടായത് എന്തെന്നാണ്, ബി സി എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് ലീഡിംഗ് എക്വിപ്മെന്റ് ശരിക്കും വന്നിട്ടുള്ളത്. അപ്പൊ അതെന്താണ് ശരിക്ക് എ ബി മൈനസ് എ സി ആണ്.
അപ്പൊ ആ കപ്പാസിറ്ററിന്റെ ഇത് വന്നുകൊണ്ട് ആ കപ്പാസിറ്ററിന്റെ നമ്മൾ എത്ര പവർ ഫാക്ടർ കൊടുക്കണം എന്നറിയണമെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ എത്ര റിയാക്റ്റീവ് പവർ ഉള്ള സപ്ലൈ ചെയ്യണം എന്ന് നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മളുടെ ഇപ്പോഴത്തെ റിയാക്റ്റീവ് പവർ അറിയാം, അത് AB ആണ് അല്ലെ? എത്രയിലോട്ട് ആക്കണം, എത്ര റിയാക്റ്റീവ് പവർ അതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ അറിയാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും റിയാക്റ്റീവ് പവർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിന്റെ മെഷർമെന്റ്സ് എടുക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പവർ ഫാക്ടർ കറക്റ്റ് ആയിട്ട്. ഈവൻ ദോ നമുക്ക് ഇവിടെ എന്താണ് VI cos phi എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ കണ്ടില്ലേ? കോൺസ്റ്റന്റ് ആണ്. KVA1 നും KVA2 നും ട്രയാങ്കിൾ എടുക്കുമ്പോൾ നിൽക്കുന്നത്. ആകെ വ്യത്യാസം വരുന്ന ആരാണ്? KVAR1 ഉം KVAR2 ഒക്കെ. അതായത് റിയാക്റ്റീവ് പവർ ഓഫ് ഫസ്റ്റ് വൺ, റിയാക്റ്റീവ് പവർ സെക്കൻഡ് വൺ. അപ്പോൾ എത്ര റിയാക്റ്റീവ് പവർ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ റിയാക്റ്റീവ് പവറിലോട്ട് എത്താൻ പറ്റുന്നത്? അതിനെന്താണ് നമുക്ക് അറിയുന്ന റിയാക്റ്റീവ് പവർ KVAR1, അതാണ് AB, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. AB മൈനസ് എത്ര വേണം? ഞാൻ പറയാണ്, നമുക്കിപ്പോൾ റിയാക്റ്റീവ് പവർ ഇത്ര കുറവ് മതി പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്ര കൂട്ടി കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് കിട്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC. സോ KVAR1 മൈനസ് KVAR2. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന് ടാന്റെ ടേംസിൽ പറഞ്ഞൂടെ? ടാന്റെ ടേംസിൽ എങ്ങനെ വരിക? OA, അതായത് OA എന്ന് പറഞ്ഞാൽ KW ഇൻറ്റു OA ഇൻറ്റു എന്താണ്? ടാൻ ഫൈവ് വൺ ആണ് ഫസ്റ്റ് വണ്ണിന്റെ, സെക്കൻഡ് വണ്ണിന്റെ എന്താണ്? OA ഇൻറ്റു ടാൻ 5/2. അപ്പൊ എന്താണ്? OA ഇൻറ്റു ടാൻ 5/1 മൈനസ് ടാൻ 5/2, or we can say that KW into tan 5/1 minus tan 5/2. Knowing the leading KVAR supplied by the power factor correction equipment, the desired results can be obtained. അപ്പോൾ നമുക്ക് ലീഡിങ് KVAR പവർ ഫാക്ടർ കറക്ഷൻ കാരണം കൊണ്ട് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിസൈഡ് റിസൾട്ട് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലെക്ചർ സീരീസിൻ്റെത്. താങ്ക് യു.